നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റുകൾ ഉടനെ തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വരും, അതും ചെറുപ്രായത്തിൽ. എന്താണെന്നല്ലേ? അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അഥവാ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഈയിടെയായി നമ്മൾ ടി വിയിലൊക്കെ കാണുന്നൊരു വാർത്തയുണ്ട്. 30 വയസ്സുള്ള ആൾ ജിമ്മിൽ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്നു, ജോലി സ്ഥലത്ത് വെച്ച് 35 വയസ്സുള്ള ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളിപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒരു കോമൺ ഫാക്ടറായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ഒരു വാർണിംഗ് സൈൻ പോലും കാണിക്കാതെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇൻസിഡൻസിന് കുറച്ച് ശതമാനമെങ്കിലും പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മിസ്ഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന പല കേസുകളാണ്. മിസ്ഡയഗ്നോസ്ഡ് ആയി പോവുക എന്ന് പറയുന്നത് പലർക്കും ഈ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ വീടുകളിൽ വെച്ചിട്ട് നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഗ്യാസ് ആണെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്നുള്ള കുറച്ച് നുറുക്ക്, അതായത് ഈ ചൂടുവെള്ളം കുടിക്കുക, ഈ അങ്ങനെയുള്ള ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചേക്കുന്നത് കഴിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ട്രയൽസ് ഒക്കെ ചെയ്ത് നോക്കും. എന്നിട്ടും കുറയാതെ വരുന്ന സമയത്താണ് പലരും ഹോസ്പിറ്റലിൽ, അത് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലരും ഹോസ്പിറ്റലിൽ എത്തുന്നത്. ആ സമയത്തായിരിക്കും ഇ സി ജിക്കകത്ത് നമ്മൾ വേരിയേഷൻ കാണുന്നത്, നമുക്ക് കാർഡിയോളജി റെഫറൻസ് ഒക്കെ വേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നത്. അപ്പോഴത്തേക്കും തന്നെ ഒരുപാട് സമയം വൈകിപ്പോയിട്ടുണ്ടാകും. ഇനി നമ്മൾ വന്ന ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ യുവാക്കളിൽ ഇതേപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം കൂടുന്നത്? ഇപ്പോൾ ഉണ്ടാകുന്ന ഭൂരിഭാഗം കേസുകളിലും ദുശ്ശീലങ്ങളാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ജീവിതശൈലിയായിട്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും വേറെ ഉണ്ട്. ദുശ്ശീലങ്ങൾ എന്ന് പറയുമ്പോൾ പുകവലി, അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിട്ടും അത് കൺട്രോൾ ചെയ്യാതിരിക്കുക, ഹൈ ഷുഗർ അല്ലെങ്കിൽ BP ഉണ്ടായിട്ടും അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക, പിന്നെ പ്രോപ്പറായിട്ട് ഉറക്കമില്ലായ്മ, പിന്നെ അതിൻ്റെ പുറമെ സ്ട്രെസ്സ്. ഉറക്കമില്ലാതെ വരുമ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ ജോലികളിലെ വർക്ക് പ്രഷേഴ്സ് ഇപ്പോൾ നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ട്. വർക്ക് പ്രഷർ അമിതമാകുമ്പോഴും എല്ലാം ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ളതാണ് ജങ്ക് ഫുഡ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതശൈലിയും ഇതിനകത്തൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിലുള്ളതാണ് ജങ്ക് ഫുഡ്. നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്കിലാണെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ? അതിലൊന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെഞ്ചത്തുണ്ടാകുന്ന ഒരു പിടുത്തം പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാരം പോലെയൊക്കെ തോന്നുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴുത്ത് ഭാഗത്തായിട്ടൊക്കെ നമുക്ക് പെയിൻ ഉണ്ടാവുക, എന്നിട്ട് കയ്യിലോട്ടൊക്കെ പെരിപ്പിറങ്ങുക. അത് മെയിനായിട്ട് നമ്മുടെ ഇടത്തെ കയ്യിലോട്ടൊക്കെ പെട്ടെന്ന് ശ്വാസം കിട്ടാതാവുക, എന്നിട്ട് അതിന് പിന്നാലെ നമ്മൾ ഒരുപാട് വിയർക്കുക, ക്ഷീണം കൂടുതലായിട്ട് തോന്നുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്കുള്ളത്. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ കുറച്ച് ദുശ്ശീലങ്ങളുണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ ഡയറ്റൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ മിനിമം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുക. അതിനകത്ത് ECG ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ടൊരു ബോഡി ചെക്കപ്പും ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള ഒരു എലാബറേറ്റഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ തന്നെ ഉണ്ടാവും. ഈ ആഴ്ചയിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.